ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമ്മൾ അധികമായി ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അധികം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിലും വലിയൊരു ദുരന്തത്തെ എന്റെ കൺമുമ്പിൽ കാണുമ്പോൾ ഇസ്രായേലിലേക്ക് നോക്കാൻ എനിക്ക് കഴിയില്ല. ഈ 128 വർഷമായ ഡാമുകളെ നിലനിർത്തിക്കൊണ്ട് എന്ത് ചന്ദ്രയാൻ വിട്ടിട്ടോ എന്ത് ശാസ്ത്ര പുരോഗതി ഉണ്ടെന്നോ പറഞ്ഞിട്ട് കാര്യം അവസാന നിമിഷത്തിൽ പറഞ്ഞു ഞാൻ പൊള്ളയാണ് മന്ത്രിയായിരിക്കുന്ന പറഞ്ഞില്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളും അവരുടെ ഒരു മുഖം അങ്ങനെയാണോ വള്ളക്കടവിലെയും ഉപ്പുതറയിലെയും ചപ്പാത്തിലെയും വണ്ടിപ്പെരിയാറിലേക്കുള്ള ആളുകളുടെ ഒരു മനോഭാവം റിഫൈനറി നന്നാക്കി എന്നാ പറയുന്നത്. ടേബിൾ ആൻഡ് പ്ലാസ്റ്ററിംഗ് കോൺക്രീറ്റ് ടാപ്പിൽ ഇതൊക്കെ ചെയ്ത് നന്നാക്കി എന്നാ പറയുന്നത്. അത് നടത്തിയ കോൺട്രാക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രഷർ ഗ്രൗട്ട് ചെയ്തിട്ട് എല്ലായിടത്തും പറയുന്നത് പ്രഷർ ഗ്രൗട്ടിങ് ചെയ്ത് സാൻഡ് മിക്സ് ചെയ്ത് പ്രഷർ ഗ്രൗട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. മുല്ലപ്പെരിയാറിന്റെ കേബിൾ ആങ്കറിംഗ് നടത്തിയ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുക. അതുകൊണ്ട് എനിക്ക് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ അന്ന് നടന്ന സംഭവങ്ങളും അന്നത്തെ സ്റ്റേയും ഏതാണ്ട് വ്യക്തമായിട്ട് അറിയാം. ഈ ഡാം ബലപ്പെടുത്തിയിട്ടും പഴയതുപോലെ സ്ട്രോങ് ആയില്ലെന്ന് കോടതിക്ക് കഴിയാം. അതുകൊണ്ടാണല്ലോ 52 പിടിക്കാൻ പറഞ്ഞിട്ട് 42 സംബന്ധിച്ചുകൊണ്ട് കോടതി. അതിപ്പോ 40 വർഷമായതുകൊണ്ട് അതിന്റെ ആനുകൂല്യം തീർന്നുള്ളതാണ് നമുക്ക് ഊഹിക്കാം. എന്ന് തൊട്ടാണ് ഈ മുല്ലപ്പെരിയാർ നമുക്കൊരു പ്രശ്നമായി തുടങ്ങിയത്. 1964 ഒരുപാട് ചോർച്ച ഡാമിൽ പ്രദേശം ആ സമയത്ത് ഇടുത്തി പോലെയാണ് ഡാമിന്റെ ചോർച്ചയെ പറ്റിയുള്ള വിവരങ്ങൾ തമിഴ്നാട് തന്നെ നമുക്ക് നൽകുന്നത്. അതായത് തമിഴ്നാട് പറയുന്നത് പ്രതിദിനം 2 ലക്ഷത്തോളം ലിറ്റർ വെള്ളമാണ് ചോർന്നു പോകുന്നത്. ഈ പറഞ്ഞ അളവ് എന്ന് പറയുന്നത് 2021 അവർ തന്നിട്ടുള്ള കണക്കാണ്. 2 വർഷമായി ഡാമിന്റെ ഒരു പഴക്കം കൂടെ വെച്ച് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഒരു 50,000 ലിറ്റർ വെള്ളം കൂടി അതിന്റെ കൂടെ ചോർന്നു പോകുന്നുണ്ടെന്ന് കണക്കാക്കാം. ഇതൊന്നും അല്ല കണക്ക്. ഇത് തമിഴ്നാട് പറയുന്ന കണക്കാണ്. ഔദ്യോഗികമായിട്ട് അവർ പറയുന്ന കണക്കാണ്. അനൌദ്യോഗികമായിട്ട് ഇതിന്റെ 10 മടങ്ങ് വെള്ളം അവിടെ ചോർന്നു പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഓരോ വർഷവും ടൺ കണക്കിന് സുർഖയാണ് വെള്ളത്തിൽ ഒഴുകി പോകുന്നത്. മുല്ലപ്പെരിയാർ ഡാം അപകടാവസ്ഥയിലാണ് എന്ന ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ ആശങ്ക രേഖപ്പെടുത്തി ഇടുക്കി രൂപത. ലോകത്ത് അപകടകരമായ നിലയിൽ തുടരുന്ന ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ മുല്ലപ്പെരിയാർ ഡാം സമുദ്രനിരപ്പിൽ നിന്ന് 850 മീറ്റർ ഉയരത്തിലാണ്. അവിടെ നിന്ന് ഒഴുകി വരുമല്ലോ, താഴേക്ക് വീണാൽ അങ്ങനെ പറയുന്നതാണ് കറക്റ്റ്. ഡാം കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച സകല മെറ്റീരിയലും 128 വർഷത്തെ ചെളിയും പിന്നെ വരുന്ന കോഴ്സിൽ ഉണ്ടാകുന്ന വണ്ടി വാഹനങ്ങൾ ശവശരീരങ്ങൾ എല്ലാം വഹിച്ചുകൊണ്ടാണ്. ആ ഒരു വലിയ ഇമ്പാക്ട്, ആ വലിയ ഒരു ശക്തി യാതൊരു കാരണവശാലും ഇടുക്കി ഡാമോ അതിന്റെ താഴെയുള്ള ലോവർ പെരിയാർ ഭൂത്താൻകെട്ട് മുതലായ ഡാമുകളോ താങ്ങില്ല. അത് 100% ഉറപ്പാണ്. അപ്പോൾ ഒരു വലിയ ശബ്ദത്തോടെ ഇടുക്കി ഡാം ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു ഇമ്പാക്റ്റാണ്. ശരിക്കും കേരളത്തിന്റെ ഒരു നാശമല്ല, ഇത് ഇന്ത്യയുടെ നാശമാണ്, ഇത് ലോകത്തിന്റെ നാശമാണ്. സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. നമ്മുടെ പത്തനംതിട്ടയിൽ കക്കി ഡാം എന്ന് പറഞ്ഞൊരു ഡാമുണ്ട്. കക്കി ഡാമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിനേക്കാളും ഉയരത്തിലുള്ള ഡാമാണ്. മറ്റൊന്ന് കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിനേക്കാൾ വെള്ളമുണ്ട്. കക്കി ഡാമിൽ നിന്ന് 52 കിലോമീറ്റർ ഓവർഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ അത് മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാൻ പറ്റും. ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി വരുന്ന ചെലവ് മാക്സിമം 100 കോടി മാത്രമാണ്. 3 മാസം കൊണ്ട് ഈ വർക്ക് തീരുകയും ചെയ്യും. അപ്പോൾ തമിഴ്നാടിന് ഇപ്പോൾ കിട്ടുന്നതിൽ കൂടുതൽ വെള്ളം കിട്ടും, ഇപ്പോൾ കിട്ടുന്നതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഈ ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഇരിക്കെ എത്രയും പെട്ടെന്ന് ആ സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും കൂടി ചെയ്യേണ്ട കാര്യം. ഇതിനൊരു സൊല്യൂഷനുണ്ട്. അപ്പോൾ അത്രയും ലളിതമായ പരിഹാര മാർഗം ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ നിയമസഭയിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇത് മനസ്സിലാക്കാത്തതാണ്. ഇതാണ് റൈറ്റ്. ഇവിടെ പത്തനംതിട്ട മുതൽ ഡയറക്ട്ലി ബാധിക്കുന്ന തൃശ്ശൂർ വരെയുള്ള 1.5 കോടി ജനങ്ങളുണ്ട്. എന്തൊരു വലിയ ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ 128 വർഷമായ ഡാം ഇവിടെ നിലനിർത്തിക്കൊണ്ട് എന്ത് ചന്ദ്രയാൻ വിട്ടിട്ടോ എന്ത് ശാസ്ത്ര പുരോഗതി ഉണ്ടെന്നോ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഭാരതം നാണങ്ങൾ. ഞാൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അതിൽ വലിയ നിയമപ്രശ്നങ്ങളോ ഗഹനമായ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. 1970 കരാറ് ഉണ്ടാക്കാൻ വേണ്ടി തമിഴ്നാട് ഏൽപ്പിച്ചത് മലയാളത്തിലെ ഒരു പ്രമുഖ മീഡിയയാണ്. അതിന് അവർക്ക് പ്രതിഫലം കിട്ടി. എത്ര പണം കിട്ടിയെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ജീവിതം അത് പകരാവില്ല. ആ സുപ്രീം കോടതി മുമ്പാകെ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യുന്നതിന് ഞങ്ങൾ ആ പെറ്റീഷനെ പിന്തുണയ്ക്കുന്നു. പക്ഷെ ആ ചെലവ് ഗവൺമെന്റ് ഓഫ് കേരള ബെയറിൽ കൊടുത്തു എന്ന് പറഞ്ഞ് 2 സെന്റൻസ് ഇട്ട് ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ ഇട്ടാൽ 1.5 കോടി ജനങ്ങളുടെ ജീവൻ ആവശ്യപ്പെടുന്നത്. ഡെർണ നമുക്ക് പ്രകൃതി തന്ന താക്കീതാണ്. ലിബിയയിലെ ഡെർണ നഗരം അത് നമുക്ക് തന്നെ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് തന്ന താക്കീതാണ്. കാരണം പ്രകൃതി കോപിച്ചിരിക്കുന്നു. ഡാമുകൾ മൂലം പ്രകൃതി കോപിച്ചിരിക്കുന്നു. പ്രകൃതി ധ്വംസനം മൂലം പ്രകൃതി കോപിച്ചിരിക്കുന്നു. ഈ ഡാം പൊട്ടുമ്പോൾ വെള്ളമാണ് വരുന്നത്. വെള്ളത്തിൽ പലതും കലരും. എന്ത് കലർന്നാലും വെള്ളത്തിന്റെ പ്രഹരശേഷി വർദ്ധിക്കും. മുല്ലപ്പെരിയാർ ഡാം തകരുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. 128 കൊല്ലത്തെ ചെളി ഉണ്ടാവും. വരുന്ന വഴിക്കുള്ള സകല കെട്ടിടങ്ങളും ഉണ്ടാവും. മുല്ലപ്പെരിയാറിനും ഇടുക്കിക്കുമിടയിൽ 10,000-കണക്കിന് ജനങ്ങളുണ്ട്. അവരുണ്ടാവും. കാട്ടുമൃഗങ്ങളും നാട്ടുമൃഗങ്ങളും ഉണ്ടാവും. മരങ്ങൾ കടപുഴക്കി കൊണ്ടുവരും. ഇത് ഇടുക്കി താങ്ങുമോ? ഈ വിദ്യുത്ത് എഴുന്നള്ളിക്കുന്നത് ആരാണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. ഈ തമിഴ്നാട്ടിൽ നിന്ന് എല്ലാ വർഷവും കിട്ടുന്ന സമ്പത്തുണ്ടല്ലോ, ഫാം ഹൗസ് ആയിട്ടും റിസോർട്ടായിട്ടും തമിഴ്നാട്ടിൽ കൊടുക്കാൻ സ്ഥലമില്ല. അതിന് മാത്രം കേരളത്തിലെ ആളുകൾക്ക് അവർ കൊടുത്തു കഴിഞ്ഞു. USA-ലും യൂറോപ്പിലും ഒക്കെയാണ് കൊടുക്കുന്നത് ഫാം ഹൗസ് റിസോർട്ട് എല്ലാം. അപ്പൊ അവരാണ് ഇങ്ങനത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ ഡാം മുകളിൽ വെച്ചുകൊണ്ട് പറയുന്നു. നമ്മുടെ തലയ്ക്ക് മേലെ ഡാം സ്ഥിരമായി നിലനിർത്തിക്കൊണ്ട് തകർന്ന ഒരു ഡാം സ്ഥിരമായി നിലനിർത്തിക്കൊണ്ട് ജനങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അവരാണ്. ധർണയല്ല കേരളം, ലിബിയല്ല കേരളം. പെട്രോളിയം കമ്പനിയുണ്ട് BPCL. അവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പെട്രോളിയം ഇന്ത്യ മുഴുവൻ കത്തിക്കാൻ പറ്റും. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ഏവിയേഷൻ ഫ്യൂവൽ സംഭരിച്ചു വെച്ചിട്ടുണ്ട്.
അവിടെ ലാൻഡ് ചെയ്ത എയർക്രാഫ്റ്റിലെല്ലാം പ്ലെയിൻസിലെല്ലാം ഏവിയേഷൻ ഫ്യൂവലില് ഒരു 10 മീറ്റർ അകലെക്കൂടെ തീ പോയാൽ കത്തിപ്പിടിക്കുന്ന സാധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ. എന്തുമാത്രം കെമിക്കൽ ഫാക്ടറികൾ, എന്തുമാത്രം വിഷവാതകങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്നു. നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറൊക്കെ ഈ അപകടത്തിൽപ്പെട്ട് പൊട്ടിത്തെറിച്ച് വന്നാൽ, തകർന്നാൽ, അത് ലീക്ക് ചെയ്താൽ ആ വാതകങ്ങൾ എന്തുമാത്രം LPG ആണ് നമ്മുടെ എല്ലാ വീടുകളിലും ഇല്ലേ. അത് പുറത്തേക്ക് വന്നാലുള്ള സ്ഥിതി എന്താണ്? മൂവ് ചെയ്യുന്ന ടാങ്കേഴ്സിൽ ലിക്വിഡായിട്ടും ഗ്യാസ് ആയിട്ടും എത്രയോ വിഷവാതകങ്ങളുണ്ട്, എത്രയോ കത്തുപിടിക്കുന്ന സാധനങ്ങളുണ്ട്. ഇതൊക്കെ പുറത്തേക്ക് വന്നാലുള്ള സ്ഥിതി എന്താണ്? ഷിപ്പ്യാർഡിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കാര്യം സദേൺ നേവൽ കമാൻഡിന് NADയിലെ നേവൽ ആർമമെന്റ് ഡിപ്പോയിൽ അവിടെയൊക്കെ എന്തെല്ലാം സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഡിഫൻസിന് മാത്രമേ അറിയാവൂ. പ്രതിരോധ വകുപ്പിനെ അത് അറിയൂ. അതുപോലെ തന്നെ നേവൽ ബേസിൽ എന്തൊക്കെ ഉള്ളതെന്ന് അവർക്ക് മാത്രമേ അറിയൂ. ഇവരെന്തുകൊണ്ട് ഈ സ്ട്രാറ്റജിക് ലൊക്കേഷനിൽ കിടക്കുന്ന സദേൺ നേവൽ കമാൻഡിന്റെ മുകളിൽ ഈ 128 വർഷം പഴക്കമുള്ള പഴകി ദ്രവിച്ച് നിർത്തിയിരിക്കുന്ന ഡാമിനെ നിലനിർത്തിയിരിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് എന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം. നിങ്ങളെ അടിമകളാക്കി നിങ്ങളുടെ രക്തവും ഊർജ്ജവും ഊറ്റിക്കുടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ പരാന്ന ദേഹികളെ ഇനിയും നമ്മൾ തുറക്കണം. കേരളത്തിൽ ഈ ഡാമിന്റെ അടിയിൽ മുങ്ങിക്കിടന്ന് ആളുകൾ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ വെച്ചിട്ട് പരിശോധിച്ച് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഡാമിന്റെ അവസ്ഥ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ എത്തിയോ? സംശയം ഉണ്ടെങ്കിൽ ലതിക മാഡത്തോട് ചോദിക്കും. ലതിക മാഡം ചീഫ് എഞ്ചിനീയറായിരുന്നു KICBയുടെ. എഞ്ചിനീയറായിരുന്ന ശ്രീധരനോട് ചോദിക്കും, യോഗരാജനോട് ചോദിക്കും. അവരോട് ആരോടും ചോദിക്കാൻ പറ്റുമെങ്കിൽ KICBയുടെ ചെയർമാനായിരുന്ന പരമേശ്വരൻ സാറിനോട് ചോദിക്കും. എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് റിപ്പോർട്ട്സ് ഒന്നും സുപ്രീം കോടതിയിൽ ഇതുവരെ വരാത്തത്? എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഒരു എംപവേർഡ് കമ്മിറ്റി, അതിന്റെ അടിയിൽ സൂപ്പർവൈസറി കമ്മിറ്റി, അതിന്റെ അടിയിൽ സബ് കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തിനാണ്? എല്ലാ ഡാമുകളും, ലോകത്തെ എല്ലാ ഡാമുകളും പ്രവർത്തിക്കുന്ന ഒരു ഡാം മാനുവലിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ഡിജിറ്റൽ മോണിറ്ററിംഗ് സിസ്റ്റം ഒരു ഡാമിൽ വെക്കാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ ശരിയാക്കിക്കോ, കാര്യങ്ങളൊക്കെ നേരെയാക്കിക്കോ. 2011 തുടങ്ങിയ ഭൂകമ്പം, റിക്ടർ സ്കെയിലിൽ 2 മാഗ്നിറ്റ്യൂഡിൽ തുടങ്ങിയ ഭൂകമ്പം 3.4 ആയിട്ട് ഫിനിഷ് ചെയ്തപ്പോൾ പ്രകൃതി നമ്മളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഉടനെ കാര്യങ്ങൾ ശരിയാക്കിക്കോ, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. കോട്ടയത്ത് ഭൂമിക്കടിയിൽ വലിയൊരു മുഴക്കം ഉണ്ടായി, തൃശ്ശൂർ അതേ മുഴക്കം ഉണ്ടായി. പ്രകൃതി നമ്മളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ചോ, അല്ലെങ്കിൽ വലുത് പുറകെ. ലിബിയയിലെ ഡെർണയിൽ സംഭവിച്ചത് എന്താണ്? മുല്ലപ്പെരിയാർ ഡാമിൽ 15 TMC വെള്ളമാണെങ്കിൽ ഈ ഡെർണയിൽ ഉണ്ടായ 2 ഡാമുകളിൽ കൂടി 2 TMC വെള്ളം. ഈ 2 TMC വെള്ളവും മഴ പെയ്ത വെള്ളവും കൂടിയാണ് ആ പ്രദേശത്തെ മുഴുവനും മനുഷ്യർ, മൃഗങ്ങൾ, വണ്ടികൾ, ഫാക്ടറികൾ, അങ്ങനെ കെട്ടിടങ്ങൾ ഇതെല്ലാം വഹിച്ചുകൊണ്ട് കടലിലേക്ക് പോയി. പിന്നെ കാണുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കടലിൽ നിന്ന് ഒരു സുനാമി പോലെ 7 നില ബിൽഡിങ്ങിന്റെ മേലെയാണ് തിരിച്ച് കടൽ കയറുക. ഹൈഡ്രോളജിയിൽ ഒരു സംഭവമുണ്ട്, ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറയുന്ന ഒരു വികാസമുണ്ട്. ഇത് ഹൈഡ്രോളിക് ഹാമറിംഗ് ആണ്. അതായത് ഈ ജലത്തിൽ കടലിൽ ഏൽപ്പിച്ച വലിയ ഒരു പ്രഹരം അത് മൾട്ടിപ്ലൈ ചെയ്യും. കടൽ തൽക്കാലത്തേക്കൊന്ന് പിൻവാങ്ങിക്കൊടുക്കും. എന്നിട്ട് അതിശക്തിയോടെ കടൽ തിരിച്ചു കയറി വരുന്നതാണ് ഡെർണയിൽ നമ്മൾ കണ്ടോ. നിങ്ങൾ വേഗം കാര്യങ്ങൾ ശരിയാക്കിക്കോ. എന്താണ് ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്താണ് ജലപക്ഷത്തിന് കിട്ടാത്തത്? ഈ അവസാന മണിക്കൂറിൽ പോലും ഈ കേരളത്തിലെ ജനങ്ങളോട് ചെറിയ കരുണാഞ്ചുണ്ട്. അല്ലാതെ ഈ ജനങ്ങളുടെ ജീവൻ വെച്ച് ഇനിയും നിങ്ങൾ കളിക്കരുത്. $50 ട്രില്യൺ കാപ്പിറ്റ് ഉണ്ടാക്കി അന്തരീക്ഷത്തിൽ വിട്ടിട്ടുണ്ട്. ഇവിടെ ഭരിക്കുന്നവരും തമിഴ്നാട് ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായാൽ അക്കൗണ്ടബിളാണ്. ഇതോടുകൂടി ഞങ്ങളുടെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്